ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം. അപ്പോൾ എല്ലാവരും ഫാമിലി വരുമെന്ന് പറയണ്ടായിരുന്നു. അപ്പോൾ സാധാരണ ഫാമിലി വരുമ്പോൾ എല്ലാവർക്കും സന്തോഷമായിരിക്കും. പക്ഷെ സായിക്ക് മാത്രമാണ് സങ്കടം. എന്താണെന്ന് വെച്ചാൽ സായി പറയണ്ടായിരുന്നു, എന്താണ് എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് അമ്മ വന്നാലോ അനിയൻ വന്നാലോ ഭാര്യ സ്നേഹം വന്നാലോ കൂട്ടുകാരൻ വന്നാലോ ആരും വന്ന് കുഴപ്പമില്ല, പക്ഷെ അച്ഛൻ വന്ന പ്രശ്നമൊന്നും സായി പറയുന്നുണ്ട്. എന്നുവെച്ചാൽ പുള്ളിക്കാരൻ അച്ഛനായിട്ട് വലിയ ഇതിലല്ല. അത് എന്താണ് സ്റ്റോറി പറഞ്ഞപ്പോഴും പറയണ്ടേ അച്ഛനോട് പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നല്ല, ഈ സായി വരുന്നതിന് മുമ്പ് ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു ഭാര്യനൊപ്പം കാറിനകത്ത് നിന്ന് ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ഞാൻ ബിഗ് ബോസ് ഹൗസിന് ഒരിക്കലും കരയൂല, ഒരു കാരണവശാൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്തോ വന്നാലും കരയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അങ്ങനെ കരഞ്ഞാൽ ഞാൻ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമെന്ന് സായി ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ എല്ലാവരും ഒന്നിച്ച് ജനങ്ങളെ ഒന്നിച്ച് ആ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിലപ്പോൾ എന്താ വെച്ചാൽ ഈ അച്ഛൻ വന്നാൽ ചിലപ്പോൾ സാഹചര്യം കൊണ്ട് കരയാം സായ എന്തെങ്കിലും കൊണ്ട്. അതുകൊണ്ടിട്ട് സായ പുറത്ത് പോകാൻ ചാൻസും ഉണ്ട്. അപ്പം അതുകൊണ്ടിട്ട് സായ മൊത്തത്തിൽ വിഷമിച്ച് ഡൗൺ ആയിരിക്കണം, അവിടെ മാറിയിരിക്കാൻ കാണുന്ന അവസ്ഥ ആയിരിക്കും സങ്കടം വരും. നന്ദനയൊക്കെ ഒന്ന് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി സായി ചേട്ടാന്നൊക്കെ ഒന്ന് ചോദിച്ചു വരുന്നുണ്ട്. പക്ഷേ സായിക്ക് വലിയ ഹാപ്പി എന്തോ സന്തോഷമോ ഒന്നുമില്ല പുള്ളിക്കാരന്. ഒന്നാമത്തെ ആൾക്ക് എന്താണ് നടുവേദനയും ആ ബുദ്ധിമുട്ട് കാരണം ഡിസ്ക് കംപ്ലൈൻറ്റ് വേദന കാരണം ഇടങ്ങേറുണ്ട്. പിന്നെ അതിനിടയിൽ ഇത് വരുമ്പോൾ ഒരു സങ്കടം പുള്ളിക്കാരൻ മനസ്സിലാത്ത്. സാധാരണ ഫാമിലിയൊക്കെ വരുമ്പോൾ എല്ലാവരും സന്തോഷമായിരിക്കും. ഇത്ര നാൾ കാണാണ്ട് വരുമ്പോൾ സങ്കടം വന്ന് ഒരു സന്തോഷം എല്ലാം കൂടി ഒരുമിച്ചായിരിക്കുമല്ലോ. പക്ഷെ സായിക്ക് മാത്രമേ ഇതാ വന്നത്. അപ്പോൾ നോക്കാം നമുക്ക് എന്തായാലും സംഭവിക്കാൻ പോണേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ, അടുത്ത വീഡിയോ ഇരുന്നാണ്.